ഇന്ന് നമുക്ക് 2024 ജോജു ജോർജ് എഴുതി അഭിനയിച്ച് സംവിധാനം ചെയ്ത പണി എന്ന് പറയുന്ന സിനിമയുടെ കഥയൊന്ന് നോക്കിയാലോ? സിനിമ തുടങ്ങുമ്പോൾ രണ്ട് ചെറുപ്പക്കാരെയാണ് പരിചയപ്പെടുത്തുന്നത്. ഡോൺ എന്ന് വിളിക്കുന്ന ഡോൺ സെബാസ്റ്റ്യനും സിജൂട്ടൻ എന്ന സിജു കേറ്റിയും. ഡോൺ ജനിച്ചു വളർന്നത് തൃശ്ശൂർ തന്നെയാണ്. പക്ഷേ സിജു കേറ്റി പുറത്തുനിന്ന് വന്ന ഒരാളാണ്. പക്ഷേ രണ്ടുപേരും തൃശ്ശൂർ തന്നെ ഒരു മെക്കാനിക് ഷോപ്പിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേ ദിവസം രാവിലെ ആശാനെപ്പോലും ധിക്കരിച്ച് അവർക്ക് മറ്റെന്തോ പണിയുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. അടുത്തതായി രാവിലെ തൃശ്ശൂർ സിറ്റിയാണ് കാണിക്കുന്നത്. അവിടെ ഡോണിന് ഗേൾഫ്രണ്ട് വന്നിട്ടുണ്ട്. അവളാവട്ടെ ഡോണിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ വഴിയിൽ സുരേഷ് എന്ന് പറയുന്ന ഒരാൾ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥലത്തർക്കത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് വരുന്നത്. ഇദ്ദേഹം ഒറ്റത്തടിയാണ്. വീട്ടിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിനൊരു ജ്യേഷ്ഠനുണ്ട്. അദ്ദേഹം ഒരു 15 വയസ്സ് ഇദ്ദേഹത്തെ കഴിഞ്ഞ് മൂപ്പുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്ഥലത്തർക്കം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് വിൽക്കാൻ വേണ്ടി തീരെ മനസ്സില്ല. പക്ഷേ മറ്റൊരാൾ ഇതിനെ വാങ്ങാൻ വേണ്ടി പുറകെ നടക്കുകയാണ്. കുറച്ച് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ട് കുരുവിളയും കുടുംബവും കടന്നു വരുന്നത്. ഈ കുരുവിള എന്ന് പറയുന്നത് ഒരു ബിസിനസ്മാനാണ്. അതുപോലെ തന്നെ അവിടുത്തെ ബിൽഡറും അതുപോലെ തന്നെ പ്രധാന ഗ്യാങ്സ്റ്ററുമായ ഗിരിയുടെ അളിയനുമാണ്. അപ്പോൾ ഈ സുരേഷ് വന്ന് കുരുവിളയോട് പറയുന്നുണ്ട്, എൻ്റെ സ്ഥലത്തിൻ്റെ കാര്യം ഗിരിയേട്ടനോടൊന്ന് പറയണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ കുരുവിള സമ്മതിക്കുന്നതുകൊണ്ട് ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട്. അടുത്തതായി കാണിക്കുന്നത് കമ്മീഷണറേറ്റിൽ ഒരു മീറ്റിംഗ് ആണ്. അതിൽ പുതുതായി ജോയിൻ ചെയ്ത IPS ട്രെയിനി ആയിട്ടുള്ള കല്യാണിയെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ഒരു ഓഫീസർ പറയുന്നുണ്ട്, കല്യാണി ഇവിടെ അറിയപ്പെടുന്ന വീട്ടിലെയാണ്, അതായത് മംഗലത്ത് വീട്ടിലെയാണ് എന്ന് പറയുന്നുണ്ട്. അതായത് പ്രധാന ഗ്യാങ്സ്റ്ററായ ഗിരിയുടെ കസിനാണ്. അതുപോലെ തന്നെ ആ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ വെച്ചിട്ടാണ് കല്യാണി അവിടെ ശരിക്കും പോസ്റ്റിംഗ് ശരിയാക്കി എടുത്തിട്ടുള്ളത്. അടുത്തതായി അവിടെ വളർന്നു വരുന്ന ഗൂണ്ടായിസത്തെ പറ്റിയും ഗ്യാങ്സ്റ്റർ ഇടപാടുകളെ പറ്റിയും കമ്മീഷണർ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അവിടെ ആരൊക്കെയാണ് ആക്റ്റീവായിട്ടുള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ വാറണ്ട് ഡേവിയുടെ പേര് അവിടെ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴത്തേക്കും മറ്റൊരു പോലീസുകാരൻ പറയുന്നുണ്ട്, അദ്ദേഹം ഇപ്പം വലിയ പ്രശ്നത്തിനൊന്നും പോകുന്നില്ല, സൈലൻ്റ് ആയിട്ടാണുള്ളത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അയാൾക്ക് 400ഓളം കയ്യാളികളും മറ്റുമൊക്കെ ഉണ്ട്, ഇപ്പോഴും രഹസ്യമായിട്ട് ഒരുപാട് ഇടപാടുകൾ നടത്തുന്നുണ്ട് എന്നവിടെ പറയുന്നുണ്ട്. അടുത്ത സീനിൽ ഡോണും സിജുവും നടന്നു വരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ആ വഴിക്ക് സുരേഷ് നടന്നു വരുന്നുണ്ടായിരിക്കും. അപ്പോൾ സുരേഷിനെ ഡോൺ മെല്ലെ സൈഡിലേക്ക് വിളിച്ചിട്ട്, ആ സ്ഥലത്തിൻ്റെ ഇടപാട് നമുക്ക് തീർക്കണ്ടേ, ജോഷിക്ക് ആ സ്ഥലം വിറ്റുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് സുരേഷ് ക്ലാഷ് ആകുകയാണ്. അതായത് നീ ആരാണ് എന്നോടത് പറയാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തക്ക സമയത്ത് ഡോൺ കത്തിയെടുത്ത് സുരേഷിനെ കുത്തുവാണ്. അവിടെ തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന ATMയിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് അടുത്ത സീനിലാണ് ഗിരിയും ഗിരിയുടെ ഭാര്യ ഗൗരിയും കാറിൽ വരുന്ന ഒരു രംഗമാണ്. ഇവിടെ വെച്ചാണ് നമുക്ക് ഗിരിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സമയത്താണ് ജയരാജ് ഗിരിയെ വിളിക്കുന്നത്. ജയരാജ് എന്ന് പറയുന്നത് ഒരു കലാകാരനാണ്. അദ്ദേഹം അവിടെ കുറച്ച് ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് അവിടെ ജോഷിയുടെ, അതായത് ജോഷി എന്ന് പറയുന്ന ആളുടെ ടെക്സ്റ്റൈൽ ഷോപ്പ് ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി പോകുന്നതായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, കുറച്ച് പൈസയുടെ ഇടപാടായിരുന്നു, ആ പൈസ അവർക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗിരിയെ വിളിക്കുന്നത്. അപ്പോഴത്തേനും ഗിരി അവിടുന്ന് വണ്ടി തിരിച്ച് പോകുവാണ്. അതായത് ജയരാജ് പറഞ്ഞ ആ ചെറിയൊരു ഇഷ്യൂ ഉള്ള ആ ഒരു സ്ഥലത്തേക്ക് പോകുവാണ്. അടുത്തതായി ഗിരി ജയരാജനെ കണ്ടതിന് ശേഷം ഷോപ്പ് ഓണറോട് ജയരാജൻ്റെ പൈസ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ പറയാൻ താനാരാ എന്ന് ചോദിക്കുമ്പം അയാളെ ഒന്ന് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഗിരി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഡോണിനെയും സിജുവിനെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരവിടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു മർഡറിന് ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും ആ ഷോപ്പ് ഓണറുടെ പണിക്കാരൻ വന്നിട്ട് അവർക്ക് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. അതവിടെ സെറ്റിൽ ആവുന്നുണ്ട്. അടുത്തതായി ഡോണും സിജുവും പുറത്തിറങ്ങി വരുന്ന സമയത്ത് ഡോണിൻ്റെ കാമുകി അങ്ങോട്ട് വരുന്നുണ്ട്. അതിനുശേഷം ഡോണിനെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മുത്തേ ഞാൻ വരാം അങ്ങനെയൊക്കെ കൊഞ്ചി പറയുന്നുണ്ടെങ്കിലും അവൾ കേൾക്കുന്നില്ല. ആ സമയത്ത് ഡോൺ കുറച്ച് റാഷായി അവളോട് പെരുമാറുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അവളെ സുഖിപ്പിച്ച് ഒരു രീതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നോക്കുമ്പോഴത്തേനും അവൾക്ക് ദേഷ്യം വന്നിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഡോണും സിജുവും തിരിച്ചു പോകുന്നുണ്ട്. അടുത്തതായി കുരുവിളയും കുരുവിളയുടെ ഭാര്യയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഗിരിയും അതുപോലെ തന്നെ സജിയും വരുന്നുണ്ട്. സജി എന്ന് പറയുന്നത് ഗിരിയുടെ കസിനാണ്. അതുപോലെ തന്നെ കുരുവിളയുടെ ഭാര്യ എന്ന് പറയുന്നത് ഗിരിയുടെ സഹോദരിയാണ്. അപ്പോൾ ഈ സമയത്ത് അങ്ങോട്ട് അമ്മ വിളിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ഗിരിയുടെ സഹോദരിയുടെ പിറന്നാളാണ്. അതുപോലെ തന്നെ അന്ന് ഈവനിങ് ഒരു പാർട്ടിയും കാര്യങ്ങളുമൊക്കെ അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഈ സമയം ഡോണും സിജുവും ആ ATMൻ്റെ ഉള്ളിൽ മർഡർ നടത്തിയതിന് ശേഷം അതുവഴി തന്നെ വന്ന് ചോരയൊക്കെ കണ്ടതിന് ശേഷം ആൾക്കാരെ എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നുണ്ട്. അതിനുശേഷം ദേ ചോര എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ഗിരിയുടെ കൂടെ പുറത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കല്യാണിയാണെങ്കിൽ അപ്പോഴേ തന്നെ ഒരു ഫോൺ വന്നിട്ട് എണീറ്റ് പോകുന്നുണ്ട്. പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം എണീറ്റ് പോകുന്നുണ്ട്. കല്യാണി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്കും കമ്മീഷണർ അവിടെ വന്നിട്ടുണ്ടാകും, പോലീസൊക്കെ വന്നിട്ടുണ്ടാകും. കമ്മീഷണർ കല്യാണിയെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഏൽപ്പിച്ചതിന് ശേഷം കമ്മീഷണർ അവിടെ നിന്ന് പോകുന്നുമുണ്ട്.
അടുത്തതായി കാണിക്കുന്നത് ജയും ഡേവിയും കൂടി ഒരു ഡീലിന് ശേഷം വരുന്നതാണ്. ഈ സമയത്ത് ഗിരിയും സജിയും കൂടി ഡേവിയെ വിളിക്കുന്നുണ്ട്. അവർ മെയിനായിട്ട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ATMൻ്റെ ഉള്ളിൽ നടന്ന കൊലപാതകത്തെ പറ്റിയാണ്. അതുപോലെ തന്നെ അത് സീരിയസ് ആയിട്ട് അന്വേഷിക്കണം എന്നും ഗിരി ഡേവിയോട് പറയുന്നുണ്ട്. അതാരാണ് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അടുത്തതായി കാണിക്കുന്നത് സുനീനെയാണ്. സുനി എന്ന് പറയുന്നത് ഡേവിയുടെ റൈറ്റ് ഹാൻഡ് ആണ്. ഇയാളുടെ പേരിൽ ഒരുപാട് മർഡർ കേസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ഡീലിന് വേണ്ടി വന്നേക്കുന്ന ആൾക്കാരുടെ അടുത്ത് സുനി കുറച്ച് പേടിപ്പിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഡേവി അങ്ങോട്ട് വന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് വിടുന്നുമുണ്ട്. അടുത്തതായി കാണിക്കുന്നത് ഡോൺ അവൻ്റെ കാമുകിയുമായി സെക്സിലൊക്കെ ഏർപ്പെടുന്നതാണ്. അതിനുശേഷം അവിടെ ഒരു ഹോട്ടലിൽ അവർ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവൾ പറയുന്നുണ്ട്, നിങ്ങൾ ആ മർഡർ കേസിൽ സാക്ഷി പറയാൻ കാണിച്ച മനസ്സൊക്കെ ഭയങ്കര വലുതാണ്, നിങ്ങൾക്ക് ഭയങ്കര ധൈര്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ ആ ATM കേസിൽ അവരാണ് ആദ്യമേ കണ്ടത് എന്നൊക്കെ പറഞ്ഞ് പോലീസിൻ്റെ അടുത്ത് സാക്ഷി പറയുന്നുണ്ട്. അതിനാണ് അവൾ അങ്ങനെ പറയുന്നത്. ഇവർ തന്നെ മർഡർ ചെയ്തിട്ടും ഒന്നും അറിയാൻ മേലാത്ത പോലെ പോലീസിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് സാക്ഷിയൊക്കെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് ആ സമയത്ത് സിജു പറയുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നത് തെറ്റല്ല എന്ന് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ ആ കാര്യത്തിൻ്റെ അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിനിപ്പോൾ തെറ്റാണേലും ശരിയാണേലും എന്നൊക്കെ പറയുന്നുണ്ട്. അടുത്തതായി അപ്പോഴത്തേനും അങ്ങോട്ട് അവരെ സാക്ഷി പറയാനൊക്കെ ആയിട്ട് വിളിക്കുന്നുണ്ട്. അവർ സ്റ്റേഷനിലൊക്കെ പോകുന്നുണ്ട്. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പണം റെഡിയായി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒരാൾ വിളിക്കുന്നുണ്ട്. അതായത് അവരാർക്ക് വേണ്ടിയിട്ടാണോ ആ ഒരു ATM മർഡർ ചെയ്തിട്ടുണ്ടാവുക, അവർ തന്നെയാണ് അവരെ വിളിക്കുന്നത്. അതായത് ബാക്കി പൈസ കൊടുക്കാൻ വേണ്ടി വിളിക്കുന്നതാണ്. അടുത്തതായി ഗൗരി ഗിരിയെ വിളിക്കുന്നുണ്ട്. അതിനുശേഷം ഈവനിംഗ് ഉള്ള ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഫുഡും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോകണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ഗൗരി സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് ഈ ഡോണും പിന്നെ സിജുവും അവളെ കാണുന്നുണ്ട്. അങ്ങനെ അവളെ കാണുന്ന സമയത്ത് ഡോണിന് അല്പം വഷളത്തരമൊക്കെ കാണിച്ചാൽ കൊള്ളാം എന്നൊക്കെ കരുതി പോയി അവളുടെ വയറിലൊക്കെ ഒന്ന് തൊടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവൾ ഒരടിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവൻ വളരെ സൗമ്യതയിൽ സോറിയൊക്കെ പറഞ്ഞ് അങ്ങോട്ട് മാറാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് അങ്ങോട്ട് ഗിരി വരികയാണ്. വന്നതിന് ശേഷം ഗൗരിയോട് എന്താ വല്ലാതിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവരെ നോക്കി അവരൊരു വഷളന്മാരാണ് എന്നുള്ള രീതിയിൽ അവൾ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവരെ നോക്കുമ്പം ഗിരിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. ഗിരി അവരെ രണ്ടുപേരെയും എടുത്തിട്ട് നല്ല രീതിയിലൊന്ന് കുടഞ്ഞു വിടുന്നുണ്ട്. അടുത്തതായി കാണിക്കുന്നത് അവിടെയുള്ള ഈവനിങ് പാർട്ടിയാണ്, ബർത്ത്ഡേ പാർട്ടിയാണ്. അപ്പോൾ ആ സമയത്ത് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെല്ലാവരും അത് ആസ്വദിക്കുന്നുമുണ്ട്. അടുത്തതായി സുരേഷിൻ്റെ മരണച്ചടങ്ങാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചേട്ടൻ പറയുന്നുണ്ട്, എന്നെ കഴിഞ്ഞ 15 വയസ്സ് ഇളവാണ് അവന് എന്നൊക്കെ പറയുന്നുണ്ട്. സെൻറ്റിമെൻ്റലായിട്ട് തോന്നുന്ന ഒരു സീനാണ്. അടുത്തതായിട്ട് അയാളുടെ തന്നെ മക്കൾ രണ്ടുപേരും കൂടി ഈ പറയുന്ന ഡോണിനെയും സിജുവിനെയും കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. കാരണം ഈ സുരേഷിനെ സത്യം പറഞ്ഞെന്നാൽ കൊല്ലിപ്പിച്ചത് അവരായിരുന്നു. അതായത് ഈ പറയുന്ന സുരേഷിൻ്റെ പേരിൽ ഉണ്ടായിരുന്ന സ്ഥലത്തിന് ഏതാണ്ട് 10 കോടിയോളം രൂപ വില വരുന്നുണ്ടായിരുന്നു. അപ്പം സുരേഷ് ഒറ്റത്തടി ആയതുകൊണ്ട് അയാൾക്ക് വേറെ ബന്ധുക്കളാരും ഇല്ലാത്തതുകൊണ്ട് ഇത് ജ്യേഷ്ഠന് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് അവരുടെ പേരിലേക്ക് വരുമെന്ന് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് സുരേഷിനെ ഇല്ലാതാക്കുകയായിരുന്നു അവർ ചെയ്തത്. അതായത് വേറെ ആരും അല്ലായിരുന്നു, അവർ തന്നെയായിരുന്നു, അവരുടെ റിലേറ്റീവ്സ് തന്നെയായിരുന്നു ഇത് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഈ സമയത്ത് അവർ ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് ഇവർക്ക് രണ്ടുപേർക്കും അത്യാവശ്യം ഡാമേജൊക്കെ പറ്റി നിൽക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ചോദിക്കുമ്പം അവരൊരു ആക്സിഡൻറ്റ് പറ്റിയതാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. വേറെ അധികം ഒന്നും അവർ വിശദീകരിച്ച് പറയുന്നുമില്ല. സുരേഷിനെ കൊന്നതിനുള്ള ബാക്കി പ്രതിഫലം കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവരോട് വന്നിട്ടുണ്ടാവുക. അടുത്തതായി അവർ ചെയ്യുന്ന പണിയെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നതിന് ശേഷം നേരെ ഗിരിയുടെ വീട് സ്കെച്ച് ചെയ്യുകയാണ്. അതിനുശേഷം ഗിരിയുടെ വൈഫിനെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഫോണിലെടുക്കുകയാണ്. അതായത് ബലമായിട്ട് അവരുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറുകയാണ് ചെന്നിട്ട്. അവരെ ഉപദ്രവിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയായിരിക്കും അവർക്കുണ്ടാവുക. ഈ സമയത്ത് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയേക്കുന്ന ഗിരി ഈ വിഷയം അറിഞ്ഞ് പെട്ടെന്ന് വീട്ടിലേക്ക് എത്തുകയാണ്. അടുത്തതായി അമ്മയും വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ വിഷയം അറിഞ്ഞ് അതിനുശേഷം ഗൗരിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ശേഷം അമ്മ ഗൗരിയോട് പറയുന്നുണ്ട്, അതായത് ഒരു സ്ത്രീയുടെ ദേഹത്ത് ഒരു പുരുഷൻ അവളുടെ അനുവാദമില്ലാതെ തൊട്ടാൽ അതൊരു സ്ത്രീക്കും സഹിക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്ന സമയത്ത് അത് നമ്മളറിയാതെ സംഭവിക്കുന്നതാണ്. സോ അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കരുത്, ഇത് മറന്നേക്കണം എന്ന് പറയുന്നുമുണ്ട്. അടുത്തതായി ഡോണും സിജുവും ആ നാട്ടിൽ നിന്ന് മെല്ലെ മുങ്ങിയാലോ രക്ഷപ്പെട്ടാലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. കാരണം ഓൾറെഡി പോലീസ് നോട്ട് ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട് എന്നവർക്കറിയാം. ഈ സമയത്ത് ഗിരിയും അതുപോലെ തന്നെ ഗ്യാങ്ങും അവരെ തപ്പാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നുണ്ട്. അപ്പോഴത്തേക്കും അവരുടെ കസിനായിട്ടുള്ള കല്യാണി വന്നിട്ട് പോലീസിൻ്റെ സപ്പോർട്ടൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരതൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. അവരതുപോലെ തന്നെ അവർക്കറിയാവുന്ന അവരുടെ ഗ്യാങ്ങിലുള്ള എല്ലാവർക്കും ഈ ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസിനും ഇൻഫർമേഷൻ എല്ലാം ഓൾറെഡി കിട്ടുന്നുമുണ്ട്. അപ്പോഴാണ് പോലീസും ശരിക്കും ഈ ഗിരിയെയും ഗ്യാങ്ങിനെ പറ്റിയും ഒക്കെ അന്വേഷിക്കുന്നത്. അപ്പം അവിടെ പറയുന്നുണ്ട്, ഗിരിയും സജിയും കസിൻസാണ്, അതുപോലെ തന്നെ അവർ രണ്ടുപേരും തൃശ്ശൂർക്കാർ തന്നെയാണ്.
പക്ഷേ ഡേവിയും അതുപോലെ തന്നെ കുരുവിളയും അവർ കോട്ടയത്തു നിന്ന് വന്നതായിരുന്നു. പക്ഷേ തൃശ്ശൂർ വന്നതിന് ശേഷം അവർ തിരിച്ചു പോയിട്ടില്ല. അവരിവിടെ തന്നെ നിൽക്കുമായിരുന്നു. അതായത് കുരുവിള ഗിരിയുടെ പെങ്ങളെയാണ് വിവാഹം കഴിക്കുന്നത്. അതുപോലെ തന്നെ ജയ ഇവരുടെ എല്ലാവരുടെയും ക്ലാസ്മേറ്റായിരുന്നു. അങ്ങനെ ജയനെയാണ് ഡേവി കല്യാണം കഴിച്ചത്. അപ്പോൾ അങ്ങനെ അവർ ക്ലാസ്മേറ്റ്സും കസിൻസും ഒക്കെ ആയതുകൊണ്ട് അവർ ഒരുമിച്ച് ഒരു ഫാമിലി പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെയുള്ള പോലീസുകാർ പറയുന്നുണ്ട്, അതായത് എങ്ങനെ അവന്മാരെ ഇവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞെന്നാൽ അവരെന്തായാലും എന്താ ചെയ്യുക എന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല. അത്രയ്ക്ക് സ്ട്രോങ് ആണ്, അത്രയ്ക്ക് ഗ്യാങ് പവർ ഉള്ള ആൾക്കാർ തന്നെയാണ് അവർ. അപ്പോൾ അതുകൊണ്ട് എന്തും സംഭവിക്കും എന്നവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരാരും ചില്ലറ കാശിന് ഗുണ്ടായിസം ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല. ഇവർക്ക് അത്യാവശ്യം ഏതാണ്ട് 25 lakhs വരെ അവർക്ക് റെൻ്റായിട്ടും മറ്റുമൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല ഇൻകംസും അവർക്ക് എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ അവരായിട്ടൊരു പ്രശ്നത്തിനും പോവാറില്ല, ഇങ്ങോട്ട് വന്നോട്ട് വിടുകയില്ല, അങ്ങനെയുള്ള ആൾക്കാരാണ് എന്നവർ പറയുന്നുണ്ട്. ഇതേ സമയത്ത് പോലീസിൽ നിന്ന് തന്നെ ATM മർഡർ ചെയ്തതും അതേ പിള്ളേർ തന്നെയാണ് എന്ന് ഡേവിക്ക് മനസ്സിലാവുന്നുണ്ട്. CC ക്യാമറയിൽ നിന്നും അവരുടെ ഫൂട്ടേജ് കിട്ടിയത് കൊണ്ട് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാവുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ജോലിക്ക് നിന്നിരുന്ന ആശാൻ്റെ അടുത്തുനിന്നും അതുപോലെ തന്നെ അവരെ പണ്ട് ചെറിയ കൊട്ടേഷനൊക്കെ കൊണ്ടുപോയിരുന്ന ജോയിയുടെ അടുത്തുനിന്നും അവർ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്, അവരുടെ ഡീറ്റെയിൽസും മറ്റുമൊക്കെ. അങ്ങനെ അവർ പോയി ഡോണിൻ്റെ അപ്പനെ ശരിക്കും പൊക്കുവാണ്. അതായത് പോലീസ് വന്ന് പൊക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ പോയിട്ട് അയാളെ പൊക്കിക്കൊണ്ടുവരികയാണ്. അടുത്തതായി ബീച്ച് സൈഡിൽ വെച്ച് ഡോണ് അവൻ്റെ ഗേൾഫ്രണ്ടുമായിട്ട് ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. അതിനുശേഷം അവർ പെട്ടെന്ന് അവിടുന്ന് പോകുന്നുമുണ്ട്. ഈ സമയത്ത് ഡോണിന് ഒത്തിരി മിസ് കോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവൻ്റെ നമ്പർ ട്രേസ് ചെയ്തുകൊണ്ട് ഡേവിയുടെ ആൾക്കാർ അങ്ങോട്ട് വരുന്നുമുണ്ട്. അവിടെ വരുമ്പോഴത്തേനും അവരവിടുന്ന് പോയിട്ടുണ്ടാകും. അവൻ്റെ ഗേൾഫ്രണ്ടിനെ പൊക്കിക്കൊണ്ട് അവരവിടുന്ന് പോകുന്നുമുണ്ട്. അതിനുശേഷം ഡോണിനെ സിജുവിനെ വിളിക്കുന്ന സമയത്ത് അവർ ദൂരെ ഒരു സ്ഥലത്തായിരിക്കും. അപ്പോൾ ഓൾറെഡി അവൻ്റെ അപ്പനെ പിടിച്ച് 2 എണ്ണം കൊടുക്കുന്ന സമയത്ത് കൊടുത്ത് അവനെ ഒന്ന് വിരട്ടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നീ എവിടെ പോയി വിളിച്ചാലും നിന്നെ പൊക്കും എന്ന് ഡേവി പറയുന്നുമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഡോണ് പറയുന്നുണ്ട്, പണി പാളി, ഒന്നെങ്കിൽ ഇവിടുന്ന് എങ്ങോട്ടേലും പോകണം, അല്ലെങ്കിൽ പിടി കൊടുക്കണം. അപ്പം സിജു ചോദിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. അതിനുശേഷം സിജു എന്തോ ഒന്ന് തീരുമാനിച്ച മട്ടിൽ നേരെ അവനെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. വന്നതിന് ശേഷം ആരുമില്ല എന്നുറപ്പിച്ച് ഡേവിയുടെ റൂമിൽ കയറി ഡേവിയുടെ കാലും മറ്റുമൊക്കെ അയൺ ബോക്സും കൊണ്ട് കെട്ടുന്നുണ്ട്, അയൺ ബോക്സിൻ്റെ കേബിളും കൊണ്ട്. അതിനുശേഷം കയ്യിൽ ഹാൻഡ് കപ്പ് വെച്ച് ഡേവിയെ കരണത്തിനിട്ട് അടിച്ചാണ് എണീപ്പിക്കുന്നത്. അതിനുശേഷം ഡേവി ഒച്ച വെക്കുന്നുണ്ട്, സുനീനെയൊക്കെ വിളിക്കുന്നുണ്ട്, അതായത് ഡേവിയുടെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള സുനീനെ. അപ്പോൾ സുനീനെയൊക്കെ ഞങ്ങൾ കൊന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഡേവിയുടെ തന്നെ തോക്കെടുത്ത് ഡേവിനെ അവർ ഷൂട്ട് ചെയ്ത് കൊല്ലുവാണ്. അത് മീഡിയയും കാര്യങ്ങളൊക്കെ ആഘോഷിക്കുകയാണ്. കാരണം സുനിയാണെങ്കിലും ഡേവി ആണെങ്കിലും ഒത്തിരി കേസിലെ പ്രതിയാണ്. ഇതറിഞ്ഞ് ഗിരി അങ്ങോട്ട് വരുന്നുണ്ട്. അതിനുശേഷം അവരെ കാണുന്നുണ്ട്. ജയയും അങ്ങോട്ട് ഓടി വരുന്നുണ്ട്, അതായത് ഡേവിയുടെ വൈഫ്. അതിനുശേഷം ആകെ അപ്സെറ്റായ ഗിരി അവിടുന്ന് കാറെടുത്തുകൊണ്ട് പോകുവാണ് ദൂരേക്ക്. പക്ഷേ പോകുന്ന സമയത്ത് വണ്ടി എന്തോ കംപ്ലൈൻ്റ് ആയി നിൽക്കുകയാണ്. ഇറങ്ങി നോക്കാൻ ശ്രമിക്കുമ്പോഴത്തേനും കാറിന് നേരെ ഫയറിംഗ് ഉണ്ടാവുകയാണ്. അതിനുശേഷം ഗിരിയുടെ കയ്യിലും തോക്കുണ്ടായിരിക്കും. ആ തോക്കിനെ എടുത്തതിന് ശേഷം ഗിരി കൗണ്ടർ ഫയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവിടെ തന്നെ സൈഡിലായിട്ട് അവർ ബൈക്കിൽ വന്നിട്ടുണ്ടാകും. ആ ബൈക്കിൽ നിന്നായിരിക്കും അവർ ഷൂട്ട് ചെയ്യുന്നത്. അതായത് ഡേവിയുടെ കയ്യിൽ നിന്ന് എടുത്ത ആ തോക്ക് കൊണ്ട് തന്നെ ആയിരിക്കും അവർ ഗിരിയെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അവർ കൃത്യമായിട്ട് ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് ഗിരിയുടെ ചെസ്റ്റിനിട്ട് തന്നെ ഒരു ബുള്ളറ്റ് കയറുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഗിരി പെട്ടെന്ന് ലോഡ് ചെയ്തതിന് ശേഷം തൻ്റെ തോക്കെടുത്ത് തിരിച്ച് ക്രോസ് ഫയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവരവിടുന്ന് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. അതായത് ബൈക്ക് എടുത്തുകൊണ്ട് അവർ പെട്ടെന്ന് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് പെട്ടെന്ന് ഗിരി കാറിൽ കയറി അവരെ ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറകെ പോകുന്നുമുണ്ട്. ആ സമയത്ത് അവർ വീണ്ടും നേരെ മുഖാമുഖം കാണുന്നുണ്ട്. അതായത് അടുത്തടുത്ത് വന്നാലും ഗിരി ഇടിപ്പിക്കുന്നില്ല. അതായത് ഫേസ് ടു ഫേസ് അവർ കാണുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനുശേഷം ഗിരി മുമ്പോട്ട് പോകുന്ന സമയത്ത് പിന്നെയും അവർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പിന്നെയും അവർ വീണ്ടും എസ്കേപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം ഗിരി മരിച്ചു എന്നുള്ള രീതിയിൽ അവർ പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സിജു പറയുന്നുണ്ട്, നമുക്കിവിടെ നിന്ന് എന്തായാലും മാറി നിൽക്കാം, അയാൾ മരിച്ചാലും ഇല്ലെങ്കിലും എന്ന് പറയുന്നുണ്ട്. ഇത് പറഞ്ഞതുകൊണ്ട് നേരെ വരുന്നത് തന്നെ ഗിരിയുടെ മുമ്പിലേക്കായിരിക്കും. ഗിരിയുടെ മുമ്പിലേക്ക് വന്നതിന് ശേഷം അവർ വെട്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഗിരി അപ്പോഴത്തേനും കയറി അവരെ ചേസ് ചെയ്യുന്നുണ്ട്. ചേസ് ചെയ്തതിന് ശേഷം ഒരു പാലത്തിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേനും പാലത്തിന് വട്ടമിടുന്ന സമയത്ത് ഇവരുടെ ബൈക്ക് നേരെ ഗിരിയുടെ കാറിൻ്റെ നേരെ ഇടിച്ച് അവർ മുകളിൽ കൂടെ പറന്ന് പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് പോയി വീഴുന്നുണ്ട്. അതായത് പുഴയിലേക്ക് പോയി വീഴുകയാണ്. അങ്ങനെ ഗിരി ഇറങ്ങി നോക്കുന്ന സമയത്ത് അവരുടെ മൊബൈലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ
അതിനുശേഷം ഗിരി തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. കാരണം ഓൾറെഡി ബുള്ളറ്റ് കയറിയിട്ടുണ്ട്, ഗിരി ഇഞ്ചേർഡാണ്. അപ്പോൾ അങ്ങനെ വന്നതിന് ശേഷം മരിച്ചിട്ടുണ്ടാകും എന്നുള്ള ഒരു നിഗമനത്തിലാണ് അവർ പോകുന്നത്. പക്ഷേ അതിനുശേഷം 2-3 മാസത്തോളം അവർ വീണ്ടും റിലാക്സ്ഡ് ആയിട്ട് തന്നെ ഫാമിലിയായിട്ട് താമസിക്കുകയാണ്, ജീവിക്കുകയാണ്. ഇങ്ങനെ പോകുന്ന സമയത്താണ് സുരേഷിൻ്റെ കൊലപാതകം അപ്പോഴത്തേനും പോലീസ് കണ്ടുപിടിക്കുകയാണ്. അതിൻ്റെ പ്രതികളെ അവർ അറസ്റ്റും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം രാത്രി കുരുവിള ആ പാലത്തിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ പോയിട്ട് അവരെങ്ങാനും ഇനി വരുമോ എന്നുള്ള സംശയത്തിൽ എങ്ങാനും ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതൊന്ന് അറിയിക്കണം എന്ന് അവിടെ അടുത്തുള്ളൊരു വീട്ടുകാരുടെ അടുത്ത് പോയി പറയുന്നുണ്ട്. അതിനുശേഷം കുരുവിള തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി വരുന്ന സമയത്ത് കാറിന് മുകളിൽ ആരോ ഇരിക്കുന്നത് പോലെ അയാൾക്ക് തോന്നുന്നുണ്ട്. അടുത്തേക്ക് വരുന്ന സമയത്ത് അവിടെ ഡോണും സിജുവുമാണ്. അവർ കുരുവിളയെ വകവരുത്തുന്നുണ്ട്. അതിനുശേഷം ഗിരിയെ വിളിച്ച് പറയുന്നുണ്ട്. ഗിരിയും സജിയും അപ്പം തന്നെ പുറപ്പെട്ട് വരികയാണ് നേരെ കുരുവിളയുടെ അടുത്തേക്ക്. അവിടെ വന്ന് നോക്കുമ്പോൾ കുരുവിള ഓൾറെഡി നല്ല രീതിയിൽ ഇഞ്ചുർഡ് ആയിട്ടുണ്ട്. അപ്പോഴേ തന്നെ കുരുവിളേനെ എടുത്തുകൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ആ ഹോസ്പിറ്റലിന് ചുറ്റും ഗിരിയുടെ ആളുകൾ ഒരുപാട് പേരുണ്ടാകും. പക്ഷേ എങ്കിലും അവിടെ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ ഗിരിയുടെ അമ്മ കയറുന്ന സമയത്ത് പർദ്ദ ധരിച്ച് ഡോണും സിജുവും കൂടെ അമ്മയെ അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്തതിന് ശേഷം ഇതറിഞ്ഞ് ഗിരി വേഗം ആശുപത്രിയിലേക്ക് വരുന്നുണ്ട്. ഇത് വിളിച്ചു പറയുന്നത് ഇവർ തന്നെയാണ്. അതിനുശേഷം ഇവർ തന്നെ പിടികൊടുത്തു എന്നുള്ള രീതിയിൽ പോലീസിൽ ചെന്ന് കീഴടങ്ങുന്നുമുണ്ട്. ഇതറിഞ്ഞ് ഗിരി നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ട്. സ്റ്റേഷനിലേക്ക് ചെല്ലുന്ന സമയത്ത് അവർ യാതൊരു രീതിയിലും ഒരു ഖേദവും ഇല്ലാത്ത പോലെ ചിരിച്ച് ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കമ്മീഷണർ അങ്ങോട്ട് വന്നിട്ട് ഗിരിയോട് പറയുന്നുണ്ട്, നിങ്ങൾക്കുണ്ടായേക്കുന്ന ഡാമേജൊക്കെ മനസ്സിലാകും, പക്ഷേ ഒരു രീതിയിലും അവരെ തൊടാനോ അല്ലെങ്കിൽ അവിടെ നിൽക്കാനോ ഗിരിക്ക് യാതൊരു രീതിയിലും റൈറ്റ് ഇല്ല. അത് കംപ്ലീറ്റ്ലി ഇല്ലീഗലാണ്. അവരൊരു രീതിയിലും പുറംലോകം കാണാത്തതുപോലെ ലോക്ക് ചെയ്യും എന്ന് തന്നെ പറയുന്നുണ്ട്. ഗിരി ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അടുത്ത സീനിൽ ഡോണിനെയും സിജുവിനെയും കോടതിയിലേക്ക് ഹാജരാക്കാൻ വേണ്ടി പോലീസ് വണ്ടിയിൽ കൊണ്ടുവരുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഒത്തിരി പേര് കൂടിയിട്ടുണ്ട്. അതിനകത്ത് ഭൂരിഭാഗം പേരും ഗിരിയുടെ ആളുകൾ തന്നെയാണ്. അവിടെ വെച്ച് സിജുവിനെയും അതുപോലെ തന്നെ ഡോണിനെയും ദൂരത്ത് നിന്ന് ആരോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. കമ്മീഷണർ അപ്പോഴത്തേനും പെട്ടെന്ന് ചുറ്റിനും നോക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ചുറ്റിനും ബിൽഡിങ്സ് ആയതുകൊണ്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ ക്രൗഡ് ഉള്ളതുകൊണ്ടും എവിടെ നിന്നാണ് ഷൂട്ട് വന്നത് എന്നൊന്നും മനസ്സിലാവുന്നില്ല. അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഗിരി ഇതിന് പുറകെ ചേസ് ചെയ്യുന്നുണ്ടാകും. അവരെ പക്ഷേ സേഫായിട്ട് ഹോസ്പിറ്റലിൽ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി തന്നെ കൊണ്ടുപോയിട്ടുണ്ടാകും. ഹോസ്പിറ്റലിന് ചുറ്റിനും ഗിരിയുടെ ആളുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ കമ്മീഷണറും വളരെ അലേർട്ടായിരിക്കും. ഈ സമയത്ത് ഗിരിയുടെ ആൾക്കാർ അവിടെ ക്രൗഡിൽ ബഹളം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഒരു ആംബുലൻസ് ആക്സിഡൻറ്റ് ഉണ്ടാക്കുകയും ചെയ്തതിന് ശേഷം അവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചുകൊണ്ട് അവരെ കടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെ എല്ലാം ബന്ദികളാക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതറിയുന്ന പാടെ തന്നെ ഫോൺ ട്രാക്ക് ചെയ്തുകൊണ്ട് കമ്മീഷണർ അവരെ ചേസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. അതായത് സജിയുടെ ഫോൺ ട്രാക്ക് ചെയ്യാൻ വേണ്ടി നോക്കി അങ്ങനെ സജിയുടെ പുറകെ പോകുന്നുണ്ട് പോലീസുകാരെല്ലാവരും. അങ്ങനെ പോകുന്ന സമയത്ത് സജിയെ കാണുന്നുണ്ട്. പക്ഷേ സജി അവിടുന്ന് എങ്ങനെയോ വെട്ടിച്ചുകൊണ്ട് പോവുകയാണ്. പോലീസിന് സജീനെ കിട്ടുന്നുമില്ല. ഈ സമയത്ത് ഗിരി അവരെ കൊണ്ട് അവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി അടച്ചിട്ടിട്ടുണ്ടാവും. അതിനുശേഷം ഇതുവരെ ചെയ്ത എല്ലാ കണക്കുകളും അവിടെ വെച്ച് തന്നെയാണ് തീർക്കുന്നത്. യാതൊരു ദയയുമില്ലാതെ അവരെ രണ്ടുപേരും ഗിരി അവിടെ വെച്ച് ഇടിച്ച് പഞ്ചറാക്കുന്നുണ്ട്. ഇതുവരെ ചെയ്ത എല്ലാത്തിൻ്റെയും കണക്കുകൾ അവിടെ വെച്ച് തന്നെ എല്ലാ രീതിയിലും തീർക്കുന്നുമുണ്ട്. ശേഷം ഇവരെ രണ്ടുപേരെയും അവിടെ തൂക്കിയിട്ടേക്കാണ് കൈ കെട്ടിയിട്ട്. ഈ സമയത്തും അവർക്ക് യാതൊരു രീതിയിലുള്ള കുറ്റബോധവും ഇല്ല. സന്തോഷം കൊണ്ട് ഒരുമാതിരി ചിരിക്കുകയാണ്. അതായത് അവർക്കൊരു രീതിയിലും പെയിൻ ഇല്ല എന്നാണ് പറയുന്നത്. അവരപ്പോഴും ഗിരിയെ പരിഹസിച്ചുകൊണ്ട് അവനുണ്ടായ നഷ്ടങ്ങളെല്ലാം എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് അവനെ പരിഹസിച്ചുകൊണ്ട് ചിരിക്കുകയാണ്. ഈ സമയത്ത് ഗിരി സിജുവിൻ്റെ ഉള്ളിൽ ഘടിപ്പിച്ചിരുന്ന ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുകയാണ്. ഇത് കണ്ട് ഡോൺ ആകെ തകർന്നു പോകുകയാണ്. അവൻ ആ സമയത്ത് മുഖത്തെല്ലാ രീതിയിലും ഭയം ഉണ്ടാക്കുകയാണ്. അവൻ കിടന്ന് നിലവിളിക്കുകയാണ്. പക്ഷെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ഗിരി ഡോണിനെയും അങ്ങനെ തന്നെ ബ്ലാസ്റ്റ് ചെയ്ത് കൊല്ലുവാണ്. ഈ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് ഗിരിയും ഗിരിയുടെ കസിനായിട്ടുള്ള സജിയും അതുപോലെ തന്നെ ജയയും അവിടെ തന്നെ ഉണ്ടാവും. അതിനുശേഷം ജയ കാറിൽ നിന്നൊരു പിസ്റ്റൾ എടുത്തതിന് ശേഷം അവൻ്റെ ബാക്കിയുണ്ടായിരുന്ന ഒരു കൈയുടെ ഒരു ഭാഗം ആ കയറിൽ അവശേഷിച്ചിട്ടുണ്ടാകും. അതും പൊട്ടിച്ച് താഴെയിടും. അങ്ങനെ അവരെ രണ്ടുപേരെയും വകവരുത്തിയതിന് ശേഷം അവരവിടുന്ന് തിരിച്ചു പോകുകയാണ്. തിരിച്ചു പോകുന്ന സമയത്ത് ഗിരിയുടെ സംഘം അവിടെ ഉണ്ടാകും. അവരെ യാതൊരു രീതിയിലുള്ള തെളിവും അവശേഷിക്കരുത് എന്നുള്ള സൂചന കൊടുത്തതിന് ശേഷം അവരവിടുന്ന് പോവുകയാണ്. അങ്ങനെ ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിലൊരു ചെറിയ രീതിയിലെങ്കിലും ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളത് ആരാണ് സിജുവിനെയും അതുപോലെ തന്നെ ഡോണിനെയും കോടതി വളപ്പിൽ നിന്ന് ഷൂട്ട് ചെയ്തത് എന്നുള്ളതായിരിക്കും.
അതിന് ചെറിയൊരു ഹിൻട്ട് ഈ സിനിമയിൽ തന്നെ തന്നിട്ടുണ്ട്. അതായത് റിസോർട്ടിൽ വെച്ച് തോക്ക് ഉപയോഗിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. ജയ ഒത്തിരി ടെൻസ്ഡ് ആയിട്ടുള്ളൊരു സമയത്തും ഫാമിലി എല്ലാം ടെൻസ്ഡ് ആയിട്ടുള്ള സമയത്തും ഈ ഒരു തോക്ക് യൂസ് ചെയ്യുന്നത് ഒരു ഹിൻറ്റായിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ജയ പിസ്റ്റൾ യൂസ് ചെയ്യുന്നതും അതും നമുക്കൊരു ഹിൻറ്റായിട്ട് എടുക്കാവുന്നതാണ്. ഇതോടുകൂടി ഈ മൂവി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്